ഹലോ, മിസ് ശ്യാമാണോ? യെസ്, ശ്യാം ഹിയർ. ഞാൻ സ്വപ്നയുടെ അമ്മയാണ്. അമ്മയോ? ശ്യാമിനെ കുറിച്ച് സ്വപ്ന പറഞ്ഞു. എനിക്ക് കുട്ടിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പൊ ഫ്രീ ആണോ? അതെ അതെ, ഫ്രീ ആണ്. എങ്കിൽ ഇവിടെ വരെ ഒന്ന് വരും. ശ്യാം ഇപ്പൊ വരും. മര്യാദയ്ക്ക് പെരുമാറണം. ഞാൻ എന്റെ പേര് ശ്യാം. അറിയാം. വരൂ. സ്വപ്നയുടെ അമ്മയാണ് ഞാൻ. അറിയാം. എങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? സ്വപ്നയുടെയും സുരേഷിന്റെയും കൂടെ അമ്മ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അമ്മയ്ക്ക് മനസ്സിലായോ? നിന്നെ കുറിച്ച് എല്ലാം അമ്മയ്ക്കറിയാം. ആട്ടെ, എന്നെ പല കുറി കണ്ടിട്ടും നീ എന്താ എന്നോട് സംസാരിക്കാതിരുന്നേ? അത് എന്റെ അച്ഛനും അമ്മയും സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് ആകാമെന്ന് കരുതി. അതെന്താ? സ്വപ്നയെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് അവരെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഓഹോ, ശ്യാമിന്റെ അച്ഛനും അമ്മയും സിംഗപ്പൂരാണല്ലേ? അതെ, ഞാനും അവിടെയായിരുന്നു. ഞാൻ നാട്ടിൽ പഠിക്കുന്നതാണ് ഡാഡിക്ക് ഇഷ്ടം. എനിക്കും അതാണ് ഇഷ്ടം. അതാണ് ഞാൻ മാത്രം ഇവിടെ. പഠിക്കാൻ വന്നിട്ട് അത് പൂർത്തിയാക്കാതെ ശ്യാം പ്രേമിക്കാൻ നടക്കുന്നത് ശരിയാണോ? മമ്മി, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. എനിക്ക് സ്വപ്നയെ വേണം. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. I want her. I love her. Please. സുരേഷ്, എന്താ അമ്മേ? മിസ്റ്റർ ശ്യാം നമ്മുടെ സ്വപ്നയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അഭിപ്രായം എന്താ? അമ്മയ്ക്ക് ശ്യാമിനെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എത്ര ശ്രമിച്ചാലും എന്റെ അനുജത്തിയുടെ ഇഷ്ടത്തിന് എതിരെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്നാ ഞാൻ വരട്ടെ. മോനിരിക്കെ, അമ്മ കാപ്പി കൊണ്ടുവരാം. എന്താടാ ചന്ദനക്കുറിയും തൊട്ട് ഭക്തവേഷവും ചമഞ്ഞ് നീ എന്റെ അമ്മയെ ചാക്കിലാക്കിയല്ലേ? അതെ അളിയ. എന്താ വിളിച്ച? അളിയൻ. അമ്മേ. ഏതായാലും കാര്യങ്ങളെല്ലാം ഇത്ര അനുകൂലമായി തിരിയുമെന്ന് ഞാൻ കരുതിയില്ല. നാം സ്നേഹിച്ചതല്ലേ ഉള്ളൂ, മറ്റു തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഹായ് സുരേഷ്. അടുക്കുന്നതെല്ലാം കൊള്ളാം, ഇങ്ങനെ നടക്കുന്നതും കൊള്ളാം. പക്ഷേ ഇടയിൽ ഇത്രയും സ്ഥലം വിട്ടേക്കണം. കല്യാണം കഴിയുന്നവരെ എന്റെ മോട്ടോർ ബൈക്കിന് കടന്നു പോകാൻ. കേട്ടോടി? കേട്ടു. വ്യാഴാഴ്ച രാത്രി മറക്കരുത്. എന്താ? എന്റെ ബർത്ത്ഡേ. ഓ, അഥവാ മറന്നാലും ഓർമ്മപ്പെടുത്താൻ തന്റെ ഏജന്റ് ഉണ്ടല്ലോ വീട്ടിൽ. പോകാനല്ല. എടാ, നിനക്ക് സ്വപ്നെ പൊക്കല്ലേ വേണ്ടു. വാ പോകാം, അതിന് ഇനി സമയമുണ്ട്. ഹലോ, തന്തപ്പിടിയുടെ. ലാൽ ഹിയർ. ഗുഡ് ഈവനിങ് ഡാഡി. പിന്നെ എനിക്കൊരു 10,000 rupees ഉടനെ വേണം. ടെലിഫോണിക് ട്രാൻസ്ഫർ ആയിട്ട് അയച്ചാൽ മതി. ഓക്കെ ഡാഡി, താങ്ക് യു. ഗുഡ് നൈറ്റ്. തന്തപ്പടി നല്ല ഫിറ്റില. അപ്പൊ മോനിങ്ങനെ പച്ചയായിട്ടിരിക്കാൻ പാടില്ല. നിനക്ക് കുടിക്കണം അല്ലേ? കിട്ടിയാൽ. കേട്ടോ അല്ലേ, യൂണിവേഴ്സിറ്റി അത്ലറ്റിക് ചാമ്പ്യൻ ആയതോടെ ആ സുരേഷ് കോളേജിൽ വിലസുകയാ. എങ്ങളെ ആ ശ്യാമിന് കെട്ടിക്കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പിന്നെ അവന് വിലസിക്കൂടെ? പോരെങ്കിൽ ശ്യാമിന്റെ അച്ഛൻ മില്യണയറാ.
സിംഗപ്പൂരിൽ 2 ഫാക്ടറികളാണ് സ്വന്തമായിട്ടുള്ളത്. എങ്കിലും ലാലിന്റെ അത്ര വരുമോ? ഏയ്, ഏതായാലും ആ സ്വപ്ന തന്റെ കയ്യിൽ നിന്ന് പോയല്ലോട് ലാലേ. ഹലോ, നിർത്തണം. പോസ്റ്റിന് കുടിച്ചോണ്ടിരുന്നാ മതി, വലിയ വാചൊന്നും ഫിറ്റ് ചെയ്യണ്ട കേട്ടോ. സോറി. എന്നാ. ക്ലാസ് ഇല്ലേ? കട്ട് ചെയ്തു. എന്തിന്? നിന്നെ കാണാൻ. അങ്ങനെ ഇപ്പൊ കാണുകയൊന്നും വേണ്ട, മര്യാദയ്ക്ക് ക്ലാസ്സിൽ ചെല്ല്. ജനറൽ ഇംഗ്ലീഷാണ്. അതെടുക്കാൻ വരുന്ന ലെക്ചറേക്കാൾ കൂടുതൽ വിവരം അക്കാര്യത്തിൽ എനിക്കുണ്ട്. വാ, ക്യാൻറ്റീനിൽ പോവാം. എന്താ ചിരിക്കുന്നത്? വെറുതെ. അല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ല. പറയുന്നേ. രഹസ്യമാ, കാതിൽ പറയാം. സൂത്രം ഒന്നും വേണ്ട, ഇത് കോളേജ് കോമ്പൗണ്ടാ. അതിനെന്താ, ഞാൻ നിന്നെ പരസ്യമായി ചുംബിക്കാനൊന്നും പോകുന്നില്ല. സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. അയ്യോ, ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു ചേട്ടനാണെന്ന്. ആ പാർട്ടിയെ സത്യത്തിൽ എനിക്ക് പേടിയാ. പേടിക്കണ്ട, ചേട്ടന് ക്ലാസ് ഉണ്ട്. വരുന്നത് വരെ ക്യാൻറ്റീനിൽ പോയിരിക്കാം. വരൂ. രണ്ടാളും ഒരുപോലെ ഇരിക്കുന്നു. സിനിമയിലെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. സ്വഭാവത്തിലും രണ്ടാളും ഒരുപോലെയാണെന്നാ കേട്ടിട്ടുള്ളത്. മൂക്കത്തായിരുന്നു സ്വപ്നയുടെ അച്ഛന് ദേഷ്യം. അത് മക്കൾക്ക് രണ്ടാൾക്കും കിട്ടിയിട്ടുണ്ട്. അമ്മ നുണ പറയുകയാ. എനിക്കങ്ങനെ മുൻകോപമൊന്നുമില്ല. ആ, ചേട്ടന്റെ കാര്യമാണെങ്കിൽ ശരിയാ. സ്വപ്നയുടെ ചെറിയച്ഛൻ ഇപ്പൊ എവിടെയാണ്? ഒരറിവുമില്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല. അതെന്താ? എന്നെ ഇവളുടെ അച്ഛൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രണ്ടുപേരും പിണങ്ങി പിരിഞ്ഞിരുന്നു. കാരണം? ഞാൻ പറയാം ഷാ. പറയട്ടെ അമ്മേ. പോടി അവിടുന്ന്. നിനക്കറിയാവുന്ന സ്നേഹിതന്മാരെ പോലെയായിരുന്നു രണ്ടുപേരും. വിവാഹവും ഒരുമിച്ച് നടത്തണമെന്നായിരുന്നു തീരുമാനം. ഇവളുടെ അച്ഛൻ തീരുമാനം തെറ്റിച്ചു. ഡാഡി കയറി അമ്മയെ ലവ് ചെയ്ത് കല്യാണം കഴിച്ചു, ചെറിയച്ഛനെ അറിയിക്കാതെ. അതെ, അത് തന്നെയാ ഉണ്ടായത്. ചേട്ടനും അനിയനും തമ്മിൽ തെറ്റി. അനിയൻ വീട് വിട്ടിറങ്ങിപ്പോയി. ഒരിക്കൽ ഇവളുടെ അച്ഛൻ പറയുന്നത് കേട്ടു, തമിഴ്നാട്ടിൽ എവിടെയോ ഒരു ഫാക്ടറി നടത്തുന്നുണ്ടെന്ന്. കഴിക്കും മോനെ. സ്വപ്നയുടെ അച്ഛൻ മരിച്ചിട്ടും വന്നില്ലേ? ഇല്ല. വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് മുരളിദാസ് പ്ലെയിൻ ക്രാഷ് മരിച്ച വിവരം എല്ലാ പേപ്പറിലും ഉണ്ടായിരുന്നു. അറിയാതിരിക്കില്ല. അമ്മയെ ഞാൻ എന്തൊക്കെയോ ഓർമ്മിപ്പിച്ചു. ആരും ഓർമ്മിപ്പിച്ചില്ലെങ്കിലും എന്റെ മനസ്സിൽ ആ ഓർമ്മകളേ ഉള്ളൂ. ആ, എന്താടേ മണിയടിച്ച് കൂടുന്നുണ്ടല്ലോ? വീട്ടിൽ പോകേണ്ട ഉദ്ദേശമൊന്നുമില്ലേ? സുരേഷ് വന്നിട്ട് പോകാമെന്ന് കരുതി. വന്നില്ലേ? ഇനി പോണം. എന്നാ തൽക്കാലം ഞാൻ പോകുന്നില്ല. ആ, എന്ത് ചെയ്യാം? ഭൂരിപക്ഷം ഇപ്പൊ നിനക്കാണ് ഇവിടെ. എന്നാ ഞാൻ വരട്ടെ. പോവുകയോ? പോയിട്ട് എനിക്ക് കാര്യമുണ്ട്. ഞാൻ ഇറങ്ങട്ടെ മേ. ശരി മോനെ. ബൈ. ബൈ. ടാറ്റാ. ഇത് അട്ടേക്കിറക്കാൻ കൊടുത്തേക്കണം. ശരി സാർ. സുരേഷിന്റെ ഒറ്റ എല്ല് പോലും ബാക്കി വെച്ചേക്കരുത്. ഓക്കെ. ചേട്ടാ, എന്താണ്? അയാൾ എന്റെ ബട്ടക്സിൽ അടിച്ചു. നീ ബസ്സിൽ വയ്ക്കും. വേണ്ട ചേട്ടാ. പറഞ്ഞ അനുസരിച്ചാ മതി.